ഒരു നൃത്തം എന്ന് പറയാമോ എന്നറിയില്ല. ഞാനൊരമ്മയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് പേർ അമ്മമാരാണ്, അല്ലെങ്കിൽ നമ്മൾ മകളാണ്, സഹോദരിയാണ്, എല്ലാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് മകളെ ഞാൻ സമർപ്പിക്കുന്നത്. ഇതിനു മുമ്പ് സംസാരിച്ചത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ജയ. ജയ അത് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുമോ എന്നറിയില്ല, എങ്കിലും എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഓഗസ്റ്റ് മാസം ഈ ഒരു ദിവസം നമ്മളെല്ലാവരും പത്രത്തിലൂടെ വായിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസിലൂടെ ഒക്കെ കണ്ടു. കുറച്ച് നേരം വിഷമിച്ചു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അത് മനസ്സിൽ തങ്ങിയിരുന്നു. അത് നമ്മളെല്ലാവരും മറന്നു അല്ലേ? ഇത് മറക്കാത്ത ഒരാൾ ഇന്നും ജീവിച്ചിരുന്നു. ആ അഭയയുടെ അമ്മ കൽക്കട്ടയിൽ ഇന്നും ആ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ അമ്മയാണ്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് സുമി എഴുതിയിരിക്കുന്നത്. ശ്രീവത്സഞ്ജയ് മേനോൻ സാറാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ലളിതമായ ഭാഷയിൽ എഴുതി സംഗീതം ചെയ്തു തന്ന അവരെ രണ്ടുപേരെയും ഈ നിമിഷം ഓർക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ലളിതമായിട്ടാണ് ഞാനിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരമ്മ എത്ര മോഹിച്ചായിരിക്കാം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് മുലയൂട്ടി വളർത്തി, കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് നോക്കി അമ്പിളിയമ്മാവനെ കാണിച്ച് ഉരുട്ടി കൊടുത്ത് പിച്ച വെച്ച് നടത്തി സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന സമയത്ത് പഠിച്ചു മിടിക്കുകയാവണം. ലോകം അറിയുന്ന ഏറ്റവും ധൈര്യവതിയായ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാവണം എന്ന മോഹത്തോടെ വളർത്തിയ ഒരമ്മ. അമ്മയുടെ മോഹം പോലെ തന്നെ ആ കുട്ടി പഠിച്ചു, ഡോക്ടറായി, ഗ്രാമത്തിലെ കുറച്ച് നല്ലവരായ ജനങ്ങൾക്ക് ആതുര സേവനം നൽകി. അതിനുശേഷം ഉപരിപഠനത്തിനായി വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുമായി കൽക്കട്ടയിലേക്ക് പോയി. പുതിയ പട്ടണമാണ്, പുതിയ ആളുകളാണ്. ആളുകളെ എങ്ങനെയാണ് ഈ തരത്തിലാണെന്നൊന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. വളരെ സീരിയസ് ആയി പേഷ്യൻസിനെ നോക്കിയിരുന്ന ICUവിലെ ഡോക്ടറായിരുന്നു ആ അഭയ. അഭയ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ആ മിടുക്കിയായ, നാളത്തെ വാഗ്ദാനമാകേണ്ടിയിരുന്ന ആ ഡോക്ടർ ഏകദേശം 48 മണിക്കൂർ ജോലി ചെയ്ത ശേഷം, ഒരു പേഷ്യൻറ്റിന് ജീവൻ തിരിച്ചു കൊടുത്ത ശേഷം 10 മിനിറ്റ് വിശ്രമിക്കാൻ റെസ്റ്റ് റൂമിൽ പോയപ്പോൾ ഒന്ന് മുഖം കഴുകി നോക്കുമ്പോൾ തനിക്ക് ചുറ്റും നിൽക്കുന്ന 20-ലധികം പേരുള്ള രാക്ഷസന്മാർ, അല്ലെങ്കിൽ അതിനപ്പുറം ഒരു വാക്കുകൾ അവരെ വിളിക്കാൻ സാധിക്കില്ല, ലഹരിക്ക് അടിമയായ ഒരു പറ്റം രാക്ഷസന്മാരെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. 20-ലധികം പേരാണ് ആ ഡോക്ടറുടെ ജീവൻ പിച്ച് ചീന്തിയത്. എന്നിട്ടും അവർ മരിച്ചില്ല. അതിനുശേഷം കഴുത്ത് വലിച്ചു മുറുക്കിയാണ് ആ ഡോക്ടറെ കൊലപ്പെടുത്തിയത്. അമ്മ ഓടി വരും മുമ്പ് ഒന്ന് കണ്ട ശേഷം ആ കുട്ടിയെ ചിതയിലേക്ക് എടുത്തു എരിച്ചു കളഞ്ഞു. നീതിപീഠത്തിനോടാണ് ചോദിക്കുന്നത്, എത്ര അഭയമാരാണ് നമുക്ക് മുന്നിലുള്ളത്, എത്ര അമ്മമാരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ഇനി ഒരിക്കലും ഒരു അഭയം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ അമ്മമാർക്കും മുമ്പിലും, എല്ലാ അഭയമാർക്കും മുമ്പിലും, ഈ സമൂഹത്തിന് മുമ്പിലും ഞാൻ സമർപ്പിക്കുന്നു മകളെ സ്വീകരിച്ചു.